വിരാട്ടപ്പാലം പി.സി. മീന റിപ്പോർട്ടിംഗ് ഈ ഒരു സീരീസ് ഞാൻ കണ്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായതാണ്. സി5-ലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 7 എപ്പിസോഡാണ്. വെറും 20 മിനിറ്റ് വെച്ചുള്ള 7 എപ്പിസോഡാണ്. ഒരു സിനിമയുടെ സമയം പോലും ഇല്ല, അത്രയും പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റും. അജ്ഞാതവാസി എന്ന് പറഞ്ഞൊരു സിനിമ ഭയങ്കര റിവ്യൂസൊക്കെ കണ്ടായിരുന്നു. ഒരു കന്നഡ ത്രില്ലറാണ്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ, ഭയങ്കര നല്ല പടമാണ്. പിന്നെ ഇത്രയും നാളായതുകൊണ്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ ഒന്നും ഇടാഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സി5 എക്സ്പ്ലോർ ചെയ്തപ്പോൾ താഴെ കണ്ടതാണ് ഇതിങ്ങനെ ഇറങ്ങുന്നുണ്ട് അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ. ഞാൻ സിനോപ്സിസ് നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. എൻ്റെ ഫേവറേറ്റ് ജോണാണ് ക്രൈം ത്രില്ലർ. ഇതൊരു ക്രൈം ത്രില്ലർ പരിപാടിയാണ്. വിവാഹശേഷം ആദ്യ രാത്രിയിൽ കല്യാണ പെണ്ണ് മരിക്കുന്നു ഒരു നാട്ടിൽ. നമ്മളിപ്പം കറക്റ്റ് നമ്മുടെ റോമൻസും ശിക്കാരി ശംഭു ആ ഒരു പരിപാടി, ഒരു നാട്ടിൽ ഇങ്ങനത്തെ മിസ്റ്റീരിയസ് പരിപാടി നടക്കുന്നു. അപ്പോൾ ഇവരൊരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് കരുതുന്നത്. എന്നാൽ അത് അന്ധവിശ്വാസമാണോ അതോ ഒരാൾ കൊന്നതാണോ അത് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് സീരീസ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ മിസ്റ്ററീസ് ഇഷ്ടമാണ്, മറ്റൊരു മിസ്റ്ററി, അതുകൊണ്ട് കണ്ടതാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു സിനിമയുടെ അത്രയും പോലും ദൈർഘ്യമില്ല, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കണ്ടു തീർക്കാൻ പറ്റിയ ഒരു 2 മണിക്കൂർ താഴെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇത് പോയി കണ്ടോ. പക്ഷേ മേക്കിംഗ് ഒക്കെ പക്ക സീരിയലാണ്, സീരിയൽ മേക്കിംഗ് ആണ്. നമ്മൾ ഏഷ്യാനിൽ ഒരു സീരിയൽ കാണുന്ന അതേ സാധനമാണ് മേക്കിംഗ് ഇതിലുള്ളത്. പെർഫോമൻസ് കൊള്ളാം. പി.സി. മീനായിട്ട് അഭിനയിച്ച നായിക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആരുടെയും പേര്, ഡയറക്ടറുടെയോ അഭിനയിച്ച ആരുടെയും പേര് അറിയത്തില്ല. ഞാൻ അന്വേഷിക്കാനൊന്നും പോയില്ല, കണ്ടിട്ട് ജസ്റ്റ് റിവ്യൂ, ഇത് ആരും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ്. ഇത് വലിയ സംഭവമൊന്നുമല്ല, എന്നാൽ ഒരു ഹുക്ക് ഫാക്ടർ എവിടെയൊക്കെ ഉണ്ട്, ഒരു ചെറിയ ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതാരാണ് കൊന്നതെന്ന് അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി പലയിടത്തും വരും. പക്ഷേ ഇവർ കൊണ്ടുവരുന്ന ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒന്നും നമുക്കത്ര ഇതല്ല. എഴുത്ത് മോശമാണ്, മേക്കിംഗ് വളരെ മോശമാണ്. പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് കൊള്ളാം. ഇങ്ങനത്തെ ഒരു കൊലപാതകങ്ങൾ, ഇങ്ങനത്തെ ഒരു നാട്ടിലെ ഈ ഒരു സാഹചര്യത്തിൽ കൊലപാതകങ്ങൾ നടക്കുന്നു. അപ്പം വീണ്ടും ഒരു കല്യാണം നടക്കുന്നു അവിടെ. അപ്പോൾ ഈ കല്യാണപ്പെണ്ണ് മരിക്കുമോ അതോ നായിക കണ്ടെത്തുമോ ആരാ കൊന്നതെന്ന്, ആ ഒരു സംഭവം കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ ഒരു സീരീസിന് മെയിനായിട്ട് വേണ്ടത് ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ്, സിനിമയേക്കാൾ ഉപരി. ആ സാധനമൊന്നും ഇതിൽ ഒട്ടും തന്നെ ഇല്ല. ഈ നായികയുടെ ക്യാരക്ടർ മാത്രമാണ് അങ്ങനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. അപ്പം അതെല്ലാം വിട്ടോ, അതെല്ലാം ഒരു ആവറേജ് അല്ല, അതിൽ താഴെയാണ്. പക്ഷേ ഈ ഒരു നിങ്ങളൊരു ക്രൈം ത്രില്ലർ സിനിമ അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ കണ്ടൻറ്റിൻ്റെ ഫാനാണെങ്കിൽ ഒരു തവണ ഒന്ന് കണ്ടിരിക്കാം. സസ്പെൻസ് ഞാൻ പറഞ്ഞില്ലേ, വൗ ഫാക്ടർ ഒന്നുമില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ഇയാളായിരിക്കും എന്ന്, നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. നമ്മൾ വേറെ പലരെയും ഇതാകുമെങ്കിൽ ഇയാളായിരിക്കും എന്ന് പ്രതീക്ഷിക്കത്തില്ല. പക്ഷെ കണ്ടു കഴിയുമ്പോൾ വലിയ സംഭവമില്ല, ഓക്കെ ആ ഒരു ഫീലിൽ കണ്ടിരിക്കാൻ പറ്റിയതാണ്. മേക്കിംഗ്, ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ട് ഈ മേക്കിംഗ് നിങ്ങൾക്ക് സഹിച്ചിരിക്കാൻ പറ്റുമോ എന്ന് തോന്നാൻ കണ്ടോ. കണ്ടൻറ്റ് ഓക്കെയാണ്, മേക്കിംഗ് ആണ് മോശം. സീരീസ് അതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഒന്നും പറയുന്നില്ല. ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു സാധനം. അവർ മലയാളം ഡബ്ബ് ഒന്നുമില്ല, തെലുങ്ക് മാത്രമേ ഉള്ളൂ. തെലുങ്ക് വിത്ത് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ക്രൈം ത്രില്ലർ ഫാൻ ആണെങ്കിൽ ഉറപ്പായിട്ടൊരു ട്രൈ കൊടുത്തു നോക്കൂ.